Good morning, students. Adutha university question idana. If z is equal to e raised to xy, x is equal to 2u plus v, y is equal to u by v. Find dou z by dou u. January 21 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTUI ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ z എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് x ലും y ലും ആണ്. z given it as x and y. പക്ഷേ x തന്നിരിക്കുന്നത് ഏതിലാണ്? x നമുക്ക് തന്നിരിക്കുന്നത് u ലും v ലും, y തന്നിരിക്കുന്നതും u ലും v ലും ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡോ z ബൈ ഡോ u ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡോ z ബൈ ഡോ ന്റെ ഫോർമുല നമ്മൾ ആദ്യം എഴുതുക. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഡോ z ബൈ ഡോ ന്റെ ഫോർമുല എഴുതുമ്പോൾ z കണ്ടെയ്നിങ് 2 വേരിയബിൾ, z ൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 2 വേരിയബിൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ്? ഡോ z ബൈ ഡോ x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സിൽ എത്ര വേരിയബിൾ ഉണ്ട്? എക്സിൽ 2 വേരിയബിൾ ഉണ്ട്. ഇവിടെ നമ്മൾ എന്തെടുക്കണം? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോ എക്സ് ബൈ ഡോ യു പ്ലസ്. ഇനി രണ്ടാമത്തെ കേസിൽ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z ൽ എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ ഉണ്ട്. അപ്പൊ y വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ ഡോ z ബൈ ഡോ y. ഇനി y 2 വേരിയബിൾ ഉണ്ട്, u ഉണ്ട്, v ഉണ്ട്. therefore നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നു? ഡോ y ബൈ ഡോ u. ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് വരച്ച് ചെയ്ത് നോക്കി നമ്മൾ ഫോർമുല എഴുതാം. ഫോർമുല കൃത്യമായിട്ട് എഴുതിക്കതിന് ശേഷം നമ്മൾ ഇതിനുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, ഡോ z ബൈ ഡോ x. z എന്ന ഫംഗ്ഷനെ നമ്മൾ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y ആരായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഈ റേസ് ടു എക്സ് വൈന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ റേസ് ടു എക്സിന്റെ ഡിഫറൻഷിയേഷൻ എന്താണ്? ഈ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഈ റേസ് ടു എക്സ് വൈ. ഇനി നമ്മളിവിടെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്നത് അതിനെയാണ്, വൈനെയാണ്. എക്സ് എന്താണ്? വേരിയബിൾ ആണ്. അപ്പൊ നമുക്ക് y ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ ഡെറിവേറ്റീവ്. ദെൻ പ്ലസ് ഇൻറ്റു ഇവിടെ ഡോ എക്സ് ബൈ ഡോ യു. എക്സിനെ നമ്മൾ യു വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ 2u പ്ലസ് v ആണ്. അപ്പൊ 2u പ്ലസ് v യു വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 2 എന്നാണ്. 2. ഇനി പ്ലസ് രണ്ടാമത്തെ കേസിലേക്ക് കിടക്കുമ്പോൾ ഡോ z ബൈ ഡോ y. ഈ z എന്ന ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്? e റേസ് ടു xy. e റേസ് ടു xy. ഇവിടെ നമുക്ക് എന്താ കിട്ടാം? നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ഇൻറ്റു 1. x ഇൻറ്റു 1 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. x ഇൻറ്റു 1. y ഡെറിവേറ്റീവ് 1 എഴുതി. ഇൻറ്റു ഡോ y ബൈ ഡോ യു. അതായത് y എന്ന ഫംഗ്ഷനെ നമ്മൾ u വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. y വെച്ച് u വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ b ആരാണ്? 1 ബൈ b കോൺസ്റ്റന്റ് ആണ്. 1 ബൈ b ഇൻറ്റു u ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പൊ നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയും. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ 2 ടേമിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. കോമൺ ആയിട്ടുണ്ട്. e റേസ് ടു xy കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 2y പ്ലസ് ഇവിടെ നമുക്ക് എന്താ കിട്ടാം? x ബൈ b. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡോ z ബൈ ഡോ യു ആണ്. അപ്പൊ അതുകൊണ്ട് തന്നിരിക്കുന്ന കിട്ടുന്ന ആൻസറിൽ എക്സും വൈ നമ്മൾ റീപ്ലേസ് ചെയ്യുക. യുലും വീലോട്ടും റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് e റേസ് ടു xy ഇൻറ്റു ഇവിടെ e റേസ് ടു xy എന്നുള്ളിടത്ത് എക്സിനും വൈനൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു e റേസ് ടു x എന്ന് പറഞ്ഞാൽ എന്താണ്? 2u പ്ലസ് v. y എന്ന് പറഞ്ഞാൽ എന്താണ്? u ബൈ b. 2 ഇൻറ്റു ഇവിടെ y എന്ന് പറഞ്ഞാൽ എന്താണ്? u ബൈ b പ്ലസ് x എന്ന് പറഞ്ഞാൽ എന്താണ്? x എന്ന് പറഞ്ഞാൽ 2u പ്ലസ് v ബൈ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് യു ലും വിലോട്ടും ഷിഫ്റ്റ് ചെയ്തു. therefore e റേസ് ടു 2u പ്ലസ് v ഇൻറ്റു u ബൈ v. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ v ആണ്. therefore 2u 2u കിട്ടുമ്പോൾ 4u വരും. 4u പ്ലസ്. അപ്പൊ ഫൈനൽ ആയിട്ട് ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഡോ z ബൈ ഡോ യു എന്നുള്ളതിന്റെ ആൻസർ e റേസ് ടു 2u പ്ലസ് v ഇൻറ്റു u ബൈ v. 4u പ്ലസ് v ഡിവൈഡഡ് ബൈ 4u പ്ലസ് v ഡിവൈഡഡ് ബൈ v. അവസാനത്തെ ആൻസറിൽ എക്സും ഇല്ല, വൈയും ഇല്ല. എക്സിനും വൈക്ക് പകരം നമ്മൾ എന്താ റീപ്ലേസ് ചെയ്തു? യുവും വി റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ
ഇത് ജനുവരി 21 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ചതാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ വരയ്ക്കണം. ഈ ചെയിൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇസഡിൽ എത്ര വേരിയബിൾ ഉണ്ട് നോക്കാം. അതുകൊണ്ടാണ് ഇസഡ് എക്സ് വൈ ഞാൻ 2 എണ്ണം വരച്ചത്. അതിന് എക്സിൽ എന്ത് വേരിയബിൾ ഉണ്ട് നോക്കാം, യുവും വിയും വൈയില് യു ബി. എന്നിട്ട് ചെയിൻ നോക്കി വേണം നമ്മൾ ഫോർമുല എഴുതാനായിട്ട്. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡോ ഇസഡ് ബൈ ഡോ യു ആണ് ചോദിച്ചിരിക്കുന്നത്. ഡോ ഇസഡ് ബൈ ഡോ യു. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ യു നമ്മൾ ഫോർമുല എഴുതുമ്പോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു ഉണ്ടോ? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ. അപ്പൊ രണ്ട് വശത്തും നമ്മുടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് എടുത്തത്. കാരണം എന്താണ്? ഇസഡിലും 2 വേരിയബിൾ ഉണ്ട്, എക്സിലും വൈയിലും 2 വേരിയബിൾ ഉണ്ട്. അപ്പൊ എല്ലാ കേസിലും നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തു. ആഫ്റ്റർ ടേക്കിംഗ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമ്മൾ ഈ ഓരോന്നിന്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക. ഈ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഇസഡ് എക്സ് വൈന് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? എക്സ് വൈയുടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എക്സ് വൈ ഇൻറ്റു വൈ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വൈ ഇൻറ്റു 1 എക്സിന്റെ 1 ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ 2u പ്ലസ് വിയുടെ ഡിഫറൻസിയേഷൻ എന്താണ്? 2 ആണ്. കണ്ടോ, യുവിന്റെ ഡിഫറൻസിയേഷൻ 2 എന്ന് വിളിക്കുന്നു. വി കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ കേസിൽ ഡോ ഇസഡ് ബൈ ഡോ വൈ എക്സ് വൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്താണ്? എക്സ് ആണ്. അപ്പൊ ആദ്യം എക്സ് വൈ എഴുതുന്നു. അതിനുശേഷം കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്ന എക്സ് ആണ്. വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇൻറ്റു വൈയുടെ ഡോ ഇസഡ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു ബൈ ബി ആണ്. അപ്പൊ 1 ബൈ ബി കോൺസ്റ്റന്റ് ആണ്. 1 ബൈ ബി ഇൻറ്റു 1. അതിനുശേഷം എക്സ് വൈ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഈ 2y പ്ലസ് എക്സ് ബൈ ബി എക്സ് ബൈ ബി കിട്ടി. നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണ്? തന്നിരിക്കുന്ന ആൻസർ ഡോ ഇസഡ് ബൈ ഡോ യു ആണ് കാണേണ്ടത്. അപ്പൊ എക്സും വൈയും റീപ്ലേസ് ചെയ്യുക. എക്സിന് എന്ത് കൊടുക്കാം? 2u പ്ലസ് വി കൊടുക്കാം. വൈക്ക് എന്ത് കൊടുക്കാം? യു ബൈ വി കൊടുക്കാം. അങ്ങനെ 2u പ്ലസ് വി കൊടുത്തു, യു ബൈ വി കൊടുത്തു. 2 ഇൻറ്റു യു ബൈ വി കൊടുത്തു, 2u പ്ലസ് വി ബൈ വി കൊടുത്തു. അതിനുശേഷം നമ്മൾ കോമൺ ആയിട്ടുള്ള വി പുറത്തെടുത്തു. 4u പ്ലസ് വി. അപ്പൊ ഫൈനൽ ആയിട്ട് ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഡോ ഇസഡ് ബൈ ഡോ യു ഈസ് ഈക്വൽ ടു e raised to 2u plus v into u by v 4u plus v by എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.